പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിലെ പ്രചാരണ പൊലിമകളിൽ മുഖ്യമന്ത്രിക്ക് തൊട്ടുപിന്നിൽ അവതരിക്കപ്പെട്ട മുഖമായിരുന്നു വ്യവസായ വകുപ്പും അതിന്റെ മന്ത്രിയും. എന്നാൽ ആ വകുപ്പിന്റെ സാരഥിയായി പി രാജീവിന് സ്വന്തം മണ്ഡലത്തിൽ കാലിടേറിയത് CPM-നുണ്ടാക്കിയ പ്രഹരം ചെറുതല്ല. 2021 15,336 വോട്ടുകൾക്ക് തിളക്കമാർന്ന ജയം നേടിയ രാജീവിന് ഇക്കുറിയുണ്ടായത് ദയനീയ തോൽവിയാണ്. വ്യവസായ മന്ത്രി എന്ന നിലയിലുള്ള പദ്ധതികളും ആസൂത്രണവും അവതരിപ്പിക്കുന്നതിലെ മികവും ഇത്തവണ തെരഞ്ഞെടുപ്പ് വിജയം അദ്ദേഹത്തിന് അനായാസമാക്കുമെന്ന് ഇടതു കേന്ദ്രങ്ങൾ കരുതിയിരുന്നു. പ്രതിപക്ഷത്തെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായേക്കുമെന്നുവരെ അഭ്യൂഹങ്ങളും പ്രചരിച്ചു. 2021 അതേ എതിരാളിയുമായി വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അന്നത്തേക്കാൾ കൂടുതൽ കരുത്തനായ രാജീവിന്റെ തോൽവിയെക്കുറിച്ചുള്ള ആശങ്ക ആദ്യഘട്ടത്തിൽ CPM-ന്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നില്ല. പ്രചരണത്തിൽ വലിയ ആവേശവും പൊലിമയും ഒരുക്കുന്നതിൽ രാജീവും പാർട്ടിയും മുന്നിലെത്തി. എന്നാൽ വോട്ടെടുപ്പ് ദിവസം അടുക്കുന്തോറും കളമശ്ശേരിയിലെ CPM പ്രവർത്തകരിലും അനുഭാവികളിലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്ന സൂചനകൾ പ്രകടമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കെടുപ്പിലും വിലയിരുത്തലുകളിലും ഗഫൂർ അട്ടിമറി വിജയം നേടുമെന്ന് വിലയിരുത്തിയത് UDF മാത്രമല്ല, ഒരു വിഭാഗം LDF നേതാക്കളും കൂടിയാണ്. പി രാജീവിനെ 16,312 വോട്ടുകൾക്കാണ് ഗഫൂർ പരാജയപ്പെടുത്തിയത്. 2021 നേരിട്ട തോൽവിക്കുള്ള മധുര പ്രതികാരം. അന്ന് 15,336 വോട്ടുകൾക്ക് തിളക്കമാർന്ന ജയം നേടിയ രാജീവിന് ഇക്കുറിയുണ്ടായത് ദയനീയമായ തോൽവി. 2021 അപേക്ഷിച്ച് LDF-ന്റെ വോട്ട് വിഹിതത്തിൽ 11% കുറവുണ്ടായത്. സംസ്ഥാനത്താകെ സജീവമാകുമ്പോഴും സ്വന്തം മണ്ഡലത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്നതിലുണ്ടായ വീഴ്ചകൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്നാണ് CPM അണികൾ പറയുന്നത്. പാർട്ടി അണികളുമായും പ്രാദേശിക പ്രവർത്തകരുമായും രാജീവ് കാര്യമായ ബന്ധങ്ങൾക്ക് ശ്രമിച്ചില്ല. പാർട്ടിക്കകത്തും രാജീവിനോട് അതൃപ്തിയുള്ളവരും ഏറെ. വിയോജിപ്പുള്ള പാർട്ടിക്കാരെ അനുനയിപ്പിക്കാനും ശ്രമമുണ്ടായില്ല. പാർട്ടിയിലും പുറത്തും സ്വീകാര്യത കുറഞ്ഞ ചിലരെ തന്റെ വിശ്വസ്തനായി കൂടെ നിർത്തിയതും അവരെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഏൽപ്പിച്ചതും വിനയായെന്നാണ് വിലയിരുത്തൽ. CPM-ന്റെ ഉറച്ച വോട്ടുകളിലും ചോർച്ചയുണ്ടായിട്ടുണ്ടെന്നാണ് വോട്ട് നില പരിശോധിക്കുമ്പോഴുള്ള സൂചന. എന്തായാലും കളമശ്ശേരിയിലെ വൻ വീഴ്ചയ്ക്ക് കാരണങ്ങൾ നിരത്താനും അത് അണികളെ ബോധ്യപ്പെടുത്താനും പാർട്ടിക്ക് വലിയ ഗൃഹപാഠം വേണ്ടിവരുമെന്നുറപ്പ്. മീഡിയ ടൈം, കൊച്ചി.